എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നമായിരിക്കും എല്ലാ വീടുകളിലുമുള്ള ഈച്ച ശല്യം. എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും വീടിനകത്ത് ഈച്ച ശല്യം രൂക്ഷമായിരിക്കും. ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ ആ ഒരു സീസണുള്ള സമയത്ത്, കൂടാതെ മഴക്കാലം കൂടെ വരുമ്പോഴത്തേക്കും ഈച്ച ശല്യം രൂക്ഷമായിരിക്കും. അപ്പോൾ ഈച്ചേനെ നമുക്ക് വീട്ടിൽ നിന്നും എങ്ങനെ തുരത്തി ഓടിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, ഒരു കവറും ഇതുപോലെ ഒരു ബോക്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളത് അല്ലെങ്കിൽ നീളത്തിലുള്ളത്, റൗണ്ടിലുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ കവറിനകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കവറിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കൂട്ടി പിടിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു വളയാണ് കേട്ടോ. വള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ രണ്ട് വശത്തേക്കും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ബാക്ക് സൈഡിലേക്ക് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഉപയോഗിക്കാതെ വെറുതെ വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചോളൂ. നല്ലൊരു ഓർഗനൈസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒന്നും കൂടെ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കണമെങ്കിൽ നല്ല തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ ഒരു ഹോളായിട്ടിരിക്കും. ഈ പാത്രം നമുക്ക് പെൻ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ നാരങ്ങയോ വെളുത്തുള്ളിയോ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നാരങ്ങയൊക്കെ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് നാരങ്ങ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് വാവട്ടം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാനും ഇടാനും യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ പെൻ ഹോൾഡറായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ വള ഇതുപോലെ ഇടുന്നില്ലെങ്കിൽ ഇതുപോലെ ചെറിയ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വാവട്ടം ചെറുതായിരിക്കും. അപ്പോൾ ബാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചാൽ അകന്ന് വരുന്നതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പ്രധാന പ്രശ്നമായിരിക്കും തീപ്പെട്ടിയൊക്കെ പെട്ടെന്ന് തണുത്ത് പോകുന്നത്. അപ്പോൾ തീപ്പെട്ടിയൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് പൗഡർ ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് തണുത്ത് പോകുന്നതല്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരുപാട് ഉരച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അടുത്ത ടിപ്പ്, പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് കുക്കറിൻ്റെ സൈഡിൽ കൂടെ ആവി വെള്ളം വെളിയിൽ പോകാറുണ്ടല്ലേ, അതുപോലെ സൈഡിൽ കൂടെ ആവി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ട്രിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വിസിൽ വരികയും ചെയ്യുന്നതാണ്. അതിനായിട്ട് ഈ വാഷറിൻ്റെ സൈഡിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സൈഡിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആവി വെളിയിൽ പോകുന്നതല്ല, പ്രഷർ നേരെ മുകളിലോട്ട് തന്നെ പോയിട്ട് പെട്ടെന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വാഷറൊക്കെ ലൂസായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കിക്കോളൂ. അതുപോലെ ഒട്ടും തന്നെ ആവി വെള്ളവും താഴെ ലീക്കായി വീഴുന്നതല്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്കും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകുന്നതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഇതുപോലെ ഒരു ബൗളിനകത്തേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആ സ്മെല്ല് നല്ലപോലെ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലൈസോളാണ്. ലൈസോൾ ആ ഒരു അടപ്പ് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ കായം ഫുള്ളായിട്ട് അലിഞ്ഞു വരണം കേട്ടോ. കായം പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കുക കായം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവ് കംഫർട്ടാണ്. നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിനകത്തേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തുണിയാണെങ്കിലും തറയാണെങ്കിലും കരിമ്പനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ക്ലോറക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരടപ്പ് അളവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് കംഫർട്ട് ഒഴിച്ചത് കൊണ്ട് തന്നെ ക്ലോറക്സ് ഒഴിക്കുമ്പോഴുള്ള ആ കുത്തലായിട്ടുള്ള ഒരു സ്മെല്ല് ഉണ്ടായിരിക്കുന്നതല്ല, നല്ലൊരു ഫീലുള്ള ഒരു സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ വീടിനകത്ത് ഈച്ച ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. അതുപോലെ തന്നെ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പഞ്ഞിയിൽ മുക്കിയിട്ട് വെച്ച് നോക്കിക്കോളൂ. പാറ്റയും പല്ലിയും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന കബോർഡുകളിലും വാതിലിൻ്റെ ഒക്കെ സൈഡിൽ വെച്ച് നോക്കിക്കോളൂ. അവയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഈ വെള്ളം നമുക്ക് തറ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തറയിലൊക്കെ ഈച്ച ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തറയ്ക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുന്നതിൽ കൂടെ പറ്റുന്നതാണ് കേട്ടോ. ഈച്ച ശല്യമൊക്കെ രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് എക്സ്ട്രാ പൈസയുടെ ചിലവൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് കൂടുതലായിട്ട് കിച്ചണിൻ്റെ ഒക്കെ സൈഡിലായിരിക്കും ഈച്ച ശല്യമൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ടൈൽസിലും ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടവൽ വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഏരിയയിലൊന്നും ഈച്ച വന്നിരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈച്ചയുടെയും പല്ലിയുടെയും പാറ്റയുടെയും ശല്യം ഉണ്ടാവുകയുമില്ല. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് ആ ഒരു സർഫേസ് ഇരിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിച്ചൺ സ്ലാബിനകത്തും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇത് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത് കഴിയുമ്പോൾ കൈക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. സോപ്പിട്ട് കഴിയാലും അത് പോകുന്നതായിരിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ പൈപ്പ് ഒന്ന് തുറന്നു വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചിട്ട് കൈ നല്ലപോലെ ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ല് അപ്രത്യക്ഷമാകുന്നത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. എത്ര സോപ്പിട്ട് കഴിയാലും പോകാത്ത ഒരു സ്മെല്ല് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിയിലും വെളുത്തുള്ളിയിലും ഒക്കെ സൾഫർ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അത് ചർമ്മത്തിൽ പറ്റി പിടിച്ചിട്ട് ആ സ്മെല്ല് പോകാതിരിക്കുന്നത്. സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ഈ സൾഫർ സംയുക്തങ്ങളുമായിട്ട് രാസപ്രവർത്തനം നടത്തുന്നതിലൂടെ ആ ദുർഗന്ധം പൂർണ്ണമായിട്ടും നിർവീര്യമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ സ്മെല്ല് പോയി കിട്ടുന്നത്. ചെയ്ത് നോക്കാത്തവരോ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.